ശ്രീമതി ദീപാനിൽ അതിനൊരു മറുപടി തന്നെയാണ് പ്രധാനമായും. കണ്ണൂർ സംഭവം ഉണ്ടായപ്പോൾ അന്ന് ധാർമ്മികത മുൻനിർത്തി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പാർട്ടി അവിടെ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആ നടപടി ഉണ്ടാകുന്നു, അല്പം വൈകിയാണെങ്കിലും. അതുപോലെ തന്നെ തരംതാഴ്ത്തൽ അടക്കമുള്ള നടപടി പാർട്ടി സ്വീകരിക്കുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസ് നേരത്തെ വി.ഡി. സതീശന്റെ വാക്കുകൾ, ഒപ്പം ഇവിടെ കെ.പി.സി.സി പ്രസിഡന്റ് ഉപയോഗിച്ച വാക്കുകൾ, അതിനുശേഷവും ആ കുടുംബത്തിന് നീതിയില്ല. അരനൂറ്റാണ്ട് പാർട്ടിക്കൊപ്പം ജീവിച്ചയാൾ, പാർട്ടിക്ക് വേണ്ടി ജീവിച്ചൊരു വ്യക്തി, ആ വ്യക്തിക്ക് നീതി കിട്ടാതെ പോയി എന്നുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ കോൺഗ്രസിൽ എങ്ങനെ ഈ വിഷയത്തിന് കൃത്യമായൊരു ഉത്തരം പറയാതെ മാറി നിൽക്കാനാകും? ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ മതിയാകുമോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനവും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും രണ്ട് ജീവനുകൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളിൻ്റെയോ അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു പൗരൻ്റെയോ ജീവൻ ഏതൊരു വിധത്തിലായാലും നഷ്ടപ്പെടുക, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ആത്മാഹുതിയിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്, വളരെ സങ്കടമുള്ള കാര്യമാണ്, ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകളാണ്. ഒരു വിഷയം കിട്ടുമ്പോൾ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ഈ ഒരു വിഷയത്തിൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആരോപണങ്ങൾ പറയുകയുണ്ടായി. ഇപ്പൊ സഹകരണ മേഖലയിലെ അരാജകത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപമുണ്ടായിരുന്ന 4 പേരാണ് ആത്മഹത്യ ചെയ്തത്. ആ കാര്യങ്ങളോ അല്ലെങ്കിൽ കണ്ടല ബാങ്കിൽ നടത്തിയ തിരിമറികളോ ഒന്നും ഈ ഒരു വിഷയം കൊണ്ട് മൂടിവെക്കാൻ ആവും എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ശ്രീ N.M. വിജയൻ എന്ന് പറയുന്ന ഞങ്ങളുടെ വിജയേട്ടൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയപ്പെടുന്ന ആ കത്തിൽ ഒരു വരി പോലും കോൺഗ്രസ് പാർട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ എഴുതിയിട്ടില്ല. ഇത്രയും നാളും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അരനൂറ്റാണ്ടിലോളമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പാർട്ടിയോട് കൂറുള്ള, പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു പാർട്ടിക്കാരനായിട്ടുള്ള അദ്ദേഹം ഒരു വാക്കുകൊണ്ട് പോലും പാർട്ടിയെ നോവിച്ചിട്ടില്ല, പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ആ കത്തിനകത്ത് ചില വ്യക്തികൾ തമ്മിൽ ഉള്ള ഇടപാടുകളെ കുറിച്ചിട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, കോൺഗ്രസിന്റെ നേതൃത്വം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ, ഒരു അന്വേഷണ സമിതിയെ വെച്ചിട്ടുണ്ട്. അച്ചടക്ക സമിതിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് അന്വേഷണം നടത്തുന്നത്. അത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ. ഞങ്ങൾക്ക് പാർട്ടിയും കോടതിയും പോലീസും ഒന്നും ഞങ്ങളുടെ പാർട്ടിക്കില്ല. കോൺഗ്രസ് പാർട്ടിക്ക് കോടതിയും പോലീസും ഒന്നും സ്വന്തമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ജനാധിപത്യപരമായിട്ടുള്ള, നിയമപരമായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും അതിൽ നടക്കുന്നുണ്ട്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അതിന് പരിപൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. അന്വേഷണത്തിന്റെ പോലീസ് അന്വേഷണം അതിൻ്റെ വഴിക്ക് തന്നെ നീളും. അതിൽ പോലീസ് ഒരു നിഗമനത്തിലെത്തും. ഇവിടെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. കോൺഗ്രസിന്റെ MLA ആണെങ്കിലും DCC പ്രസിഡന്റ് ആണെങ്കിലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. കുറ്റം തെളിയണം. ഇനി ഇതിനകത്ത് സംഘടനാപരമായിട്ടുള്ള, ഞങ്ങളുടെ അന്വേഷണ സമിതി എന്താണ് അന്വേഷിക്കുന്നത് വെച്ചാൽ ഇതിൽ സംഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഈ അദ്ദേഹത്തിന്റെ മകനും മരുമകളും പത്രക്കാരെ പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ ഒരു വാചകമുണ്ട്, BJP-കാർ ഞങ്ങളെ സമീപിക്കുന്നുണ്ട്, CPM-കാർ നമ്മളെ സമീപിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാം എന്നുള്ള ചിന്തയോടുകൂടി അവരെ സമീപിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവരെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ടാവും. വലിയ ഒരു ബാധ്യതയുടെ നടുവിൽ നിൽക്കുന്ന എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ തലയിലായി പോകുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ, അന്വേഷണ സമിതിയിലെ നേതാക്കന്മാർ കുടുംബാംഗങ്ങളുമായിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യുകയും ബാധ്യത ഒന്നും തന്നെ അവരുടെ തലയിൽ വരില്ല എന്ന് പറഞ്ഞതോടുകൂടി അവരുടെ ആശങ്ക മാറി എന്ന് അവർ ജനസമക്ഷത്തിൽ പറയുകയും ചെയ്തത്. ഇവിടെ ഒരു സഹകരണ സംഘത്തിൽ നടന്ന പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് എന്നൊക്കെ ഇതിന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതിൽ അപ്പോൾ തന്നെ കുറ്റക്കാരാണെന്ന് മുദ്ര ചാർത്തേണ്ട ആവശ്യമില്ല. ഇതിനെയും ശ്രീ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ശ്രീമതി PP ദിവ്യയുടെ കേസും ഒന്നും ഇതിനകത്തിട്ട് വലിച്ചഴക്കേണ്ട കാര്യമില്ല. അത് തികച്ചും നമുക്കറിയാം. എത്ര ദിവസമാണ് CPM ശ്രീമതി PP ദിവ്യയെ ഒളിവിൽ താമസിപ്പിച്ച ശ്രീ IC ബാലകൃഷ്ണനും ശ്രീ അപ്പച്ചനും ഒന്നും ഇതുവരെയും
ഒളിവിൽ പോയിട്ടില്ല. അവർ വളരെ ധൈര്യത്തോടു കൂടി തന്നെ നേരിടുകയാണ്. ഇനി കുറ്റം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനി ആരായാലും ശരി, അവർ ശിക്ഷിക്കപ്പെടണം, തെറ്റ് തെളിയിക്കപ്പെടണം, അല്ലെങ്കിൽ കുറ്റം തെളിയിക്കപ്പെടണം എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. പാർട്ടിപരമായ അന്വേഷണം എന്ന് പറയുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ഞങ്ങൾ കോടതിയാവുകയും ഞങ്ങൾ പോലീസ് ആവുകയും ചെയ്യുകയല്ല. അത് സംഘടനാപരമായിട്ട് പാർട്ടിക്ക് കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി അന്വേഷണം നടത്തുന്നത്. നിയമപരമായിട്ട് പോലീസ് നടത്തുന്ന അന്വേഷണത്തിന് പരിപൂർണ്ണ സഹകരണം പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഇടപെടലുകൾ പാർട്ടി നടത്തുന്നുമില്ല.